കമ്മ്യൂണിക്കേഷൻ രംഗത്ത് അനന്ത സാധ്യതകൾ ലോകത്തിനു പകർന്നു നൽകിയ ഈ ചെറു ഉപകരണം ഇന്ന് സാമൂഹിക ഭദ്രതയ്ക്ക് നേരെയുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കുന്നു. വർത്തമാനകാലത്തെ ഏതൊരു കുറ്റകൃത്യങ്ങളിലും നേരിട്ടോ അല്ലാതെയോ ഈ ഉപകരണം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. കോർപ്പറേറ്റ് ഭീമന്മാരും മൊബൈൽ കമ്പനികളും ഒരുമിച്ച് തയ്യാറാക്കുന്ന തിരക്കഥകൾ തിരിച്ചറിയാനാകാതെ SMS ജോക്കുകളിലും കമ്പനി ഓഫറുകളിലും ആധുനിക കൌമാരം ഞെരിഞ്ഞമരുന്നു. അപവാദ പ്രചരണങ്ങളും ഗോസിപ്പുകളും അതിവേഗം കൈമാറാൻ മെസ്സേജുകളെ ദുരുപയോഗിക്കുന്നവർ, ഗൾഫിന്റെ വിയർപ്പും ചോരയുമടങ്ങിയ അധ്വാനഫലം പൊങ്ങച്ചത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റുന്ന ക്യാമ്പസ്, ആശയ കൈമാറ്റത്തിന്റെ നവീന മാർഗമായ ബ്ലൂടൂത്ത് വൈകൃതം മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നതിലേക്കെത്തുന്നില്ലേ? മൊബൈൽ ക്യാമറകളും സ്പൈ ക്യാമറകളും വരുത്തുന്ന വിനകളെക്കുറിച്ച് ഇനിയും നാം ബോധവാന്മാരല്ലെങ്കിൽ സെക്സ് റാക്കറ്റുകളുടെ വലയിലെത്തുന്ന പല പെൺകുട്ടികളുടെയും ബന്ധത്തിന്റെ തുടക്കം ഒരു മിസ്ഡ് കോളിൽ നിന്നായി മാറിയിരിക്കുന്നു. സുരക്ഷിതമെന്ന് കരുതുന്നിടങ്ങളിൽ പോലും മൊബൈൽ ക്യാമറകളിലൂടെ സഹോദരികളുടെ സ്വകാര്യതയിലേക്ക് നോക്കുന്ന ദുഷ്ടന്മാർ, സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും മഞ്ഞക്കണ്ണിലൂടെ സെക്സ് റാക്കറ്റുകളിലേക്കും ജീവിത നൈരാശ്യത്തിലേക്കും സഹപാഠികളെപ്പോലും എത്തിക്കാൻ മടിയില്ലാത്തവരുടെ കയ്യിലുള്ള ചൂണ്ടയായി മൊബൈൽ ഫോൺ മാറുന്നില്ലേ? സ്കൂൾ യൂണിഫോമിൽ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത 3 സഹോദരിമാരെ മരണത്തിലേക്കെത്തിച്ചതിന്റെ പിന്നിൽ ഈ കൊലയാളിയായിരുന്നില്ലേ? സഹോദര, മൊബൈൽ കമ്പനി നൽകുന്ന ഫ്രീ കോളുകളുടെ സമയം അർദ്ധരാത്രിക്ക് ശേഷം മാത്രമാകുന്നത് എന്തുകൊണ്ട് അധികാരികളുടെ കണ്ണിൽപ്പെടുന്നില്ല? കലാലയങ്ങൾ തോറും നിർബന്ധമാക്കിയ മൊബൈൽ നിരോധനവും എത്തിക്സ് കമ്മിറ്റികളും ഇനിയും കടലാസിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ? മാഫിയകളിലും റാക്കറ്റുകളിലും നമ്മുടെ ഭാവി തലമുറ അകപ്പെടാതിരിക്കാൻ സുരക്ഷിതത്വത്തിന്റെ കോട്ട കെട്ടേണ്ടത് നമ്മളല്ലേ? സുഹൃത്തെ, നൈമിഷികമായ ഇത്തരം ആനന്ദങ്ങൾ പൊങ്ങച്ചങ്ങളാണ്. നമ്മുടെ ആരോഗ്യം, സമയം വിലയേറിയതും അർത്ഥവത്താക്കേണ്ടതുമാണെന്ന് തിരിച്ചറിയുക. മീഡിയ ചരിത്രത്തിലും വർത്തമാനത്തിലും സാമൂഹിക ജീർണതകൾക്കെതിരിൽ നിരന്തരം ശബ്ദിച്ചിരുന്ന, അന്ധകാരങ്ങളിൽ വഴിവെളിച്ചം പോലെ ദിശ പകർന്നു നൽകിയ മാധ്യമങ്ങൾ പുതിയ സമൂഹത്തെ വൈകൃതങ്ങളിലേക്കെത്തിക്കുന്നതിൽ പങ്കുവഹിക്കുന്നില്ലെന്ന് പറയാൻ കഴിയുമോ? പിടിച്ചു നിൽക്കാൻ വേണ്ടി ചാനലുകൾ പടച്ചുവിടുന്ന റിയാലിറ്റി ഷോ റിയാലിറ്റിയായി അവതരിപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് കൌമാരത്തിന്റെ മനസ്സും ജീവിതവുമല്ലേ? വെള്ളിത്തിരയിൽ തിളങ്ങാനായി കുട്ടികളെ വിഡ്ഢിവേഷം കെട്ടിക്കുന്ന രക്ഷിതാക്കളും സ്ഥാപനങ്ങളും, അസ്വസ്ഥതകളും പ്രക്ഷുബ്ധതയും മാത്രം നൽകുന്ന ചാനൽ മത്സരത്തിന്റെ പിരിമുറുക്കത്തിൽ ആത്മഹത്യയിലേക്ക് അഭയം തേടുന്ന വിദ്യാർത്ഥികൾക്ക് രക്തസാക്ഷി പരിവേഷം നൽകുന്ന മാധ്യമങ്ങൾ, സീരിയലുകളും സിനിമകളും ഇത്രയും കാലം ലോകത്തിന് നൽകിയത് 3/4 പങ്കും അധാർമികതയുടെ സന്ദേശങ്ങളായിരുന്നില്ലേ? പരസ്യത്തിൽ തെളിയുന്നതെല്ലാം സ്റ്റാൻഡേർഡായി കാണുന്ന കൌമാരം, വ്യക്തിയുടെ സ്വകാര്യതയ്ക്കും അഭിമാനത്തിനും ഒട്ടും വില കൽപ്പിക്കാത്ത ലൈവ് ആഭാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾക്കും ജ്യോതിഷത്തിനും പേജുകൾ നീക്കിവെച്ച് കപട ആത്മീയതയ്ക്കെതിരെ മേനി പറയുന്ന ആനുകാലികങ്ങൾ, മൂല്യവത്തായ സാഹിത്യം കൈമാറേണ്ട എഴുത്തുകാരെക്കൊണ്ട് അസാംസ്കാരികതകൾക്ക് പേനയുന്തിക്കുന്ന മാധ്യമ മുതലാളിമാർ, ആൾദൈവങ്ങൾക്ക് ആൾക്കൂട്ടമുണ്ടാക്കാൻ മത്സരിക്കുന്നവർ, പ്രസിദ്ധീകരണങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ സ്ത്രീപീഡന കഥകൾ നോവലാക്കുന്ന മുത്തശ്ശിപത്രങ്ങൾ, സ്പോർട്സ് പേജിലെ ചിത്രങ്ങളിൽ പോലും വൈകൃത സന്ദേശം നൽകാൻ വെമ്പൽ കൊള്ളുന്നവർ, നാട്ടിലെങ്ങും പാട്ടാക്കി കൌമാരത്തിന്റെ സമയവും ജീവിതവും കവർന്നെടുക്കുകയല്ലേ കുത്തകകൾ ചെയ്യുന്നത്? ചെറുകിട മാധ്യമങ്ങളെ മുഴുവൻ വിലയ്ക്കു വാങ്ങി സാമ്രാജ്യത്വത്തിന്റെ അജണ്ട നടപ്പിലാക്കാൻ കൂട്ടുനിൽക്കുന്ന മാർഡോക്കുമാർ പ്രതിനിധീകരിക്കുന്നത് ഷൈലോക്കിയൻ ചിന്താഗതിയെയല്ലേ? തിരിച്ചറിവിന്റെ പാത അന്വേഷിക്കുമ്പോൾ അച്ചടി പുരളുന്നതെല്ലാം യാഥാർത്ഥ്യമാണെന്ന മിഥ്യാധാരണയിൽ അകപ്പെടാതിരിക്കുക. നുരയും പതയും വകഞ്ഞുമാറ്റി വാർത്തകളുടെ വസ്തുതകളിലേക്കിറങ്ങാനുള്ള മനക്കരുത്ത് നേടിയെടുക്കുക. സദാചാരം, മതവും മഹത്തുക്കളും
പൈതൃകമായി നമുക്ക് കൈമാറിയ സദാചാരബോധത്തെ സ്വാതന്ത്ര്യത്തിന്റെയും ആധുനികതയുടെയും പൊതിയണിയിച്ച് തുണിയുരിയാനുള്ള ശ്രമം ആർക്കാണ് കണ്ടില്ലെന്ന് നടിക്കാനാവുക? മാറുമറയ്ക്കാൻ നീണ്ട സമരത്തിലൂടെ അവകാശം നേടിയവരുടെ പുതുതലമുറ പ്രദർശനത്തിനായി പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ദുരവസ്ഥ. മോഡലിംഗിന്റെയും ഫാഷൻ ഡിസൈനിംഗിന്റെയും പേരിൽ നാനോ വസ്ത്രരീതിയിലേക്ക് മാറാൻ കൊതിക്കുന്ന ക്യാമ്പസ് കൗമാരങ്ങൾ. നിരോധിക്കപ്പെട്ട ഫാഷൻ ഷോകളും സിനിമാറ്റിക് ഡാൻസുകളും ഉണ്ടെങ്കിലേ കലോത്സവങ്ങളും ക്ലബ്ബ് വാർഷികങ്ങളും അർത്ഥപൂർണമാകൂ എന്ന് വിചാരിക്കുന്നവർ. വിവാഹത്തിനു മുമ്പുള്ള ലൈംഗിക ബന്ധത്തിലും ഡേറ്റിംഗിലും സ്വാതന്ത്ര്യവും വ്യക്തിത്വവും കാണുന്നവർ സദാചാര സീമകളെ ലംഘിക്കുകയല്ലേ? ഐപിഎല്ലുകളും ഐപിഎല്ലുകളും ഒരേ ലാഘവത്തിൽ പ്രിയങ്കരമാക്കുന്ന ക്യാമ്പസ്. അമ്മത്തൊട്ടിലുകളും കോണ്ടം മെഷീനുകളും സ്ഥാപിക്കപ്പെടുന്നത് വളർച്ചയായി കാണുന്നവർ. മ്യൂസിക് ഷോകളും ഗാനമേളകളും സൃഷ്ടിക്കുന്ന ലഹരിക്ക് അടിമകളായി മനസ്സും മസ്തിഷ്കവും പണയപ്പെടുത്തുന്നവർ. അഭിനയത്തിലും മോഡലിംഗിലും ഭാവി കണ്ട് ചുവന്ന തെരുവിലെത്തപ്പെടുന്നവർ. ക്യാമ്പസുകളിൽ ആൺപെൺ സൌഹൃദങ്ങൾക്കും പിന്നീട് ദുരന്തങ്ങളിലേക്കും എത്തിക്കുന്നതിൽ നിയന്ത്രണങ്ങളില്ലാത്ത വിനോദയാത്രകൾക്കും ക്യാമ്പസ് കലോത്സവങ്ങൾക്കും പങ്കില്ലെന്ന് മനസ്സിൽ നന്മ ബാക്കിയുള്ളവർക്ക് പറയാനാകുമോ? മദ്യപാനം മനുഷ്യനെ മൃഗമാക്കുന്ന, അല്ല അതിലും നീചനാക്കുന്ന, ക്രൂരതകളുടെ ആദ്യപടിയാകുന്ന, മനസ്സിന്റെ നിയന്ത്രണവും താളവും തെറ്റിക്കുന്ന, തിന്മകൾക്ക് പ്രചോദനമേകുന്ന, ലോകസമ്പത്തിന്റെ ക്രമം തെറ്റിക്കുന്ന പൈശാചികത. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ 20% മാനസിക രോഗങ്ങൾ മദ്യപാനം മൂലമാണ്. ആത്മഹത്യകളിൽ 56%, കുറ്റകൃത്യങ്ങളിലും അപകടങ്ങളിലും 90% മദ്യത്തിന്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ള സ്വാധീനം മൂലമാണ്. ഇന്ത്യയിലെ മദ്യ ഉപയോഗം തുടങ്ങുന്ന ശരാശരി പ്രായം 13.5 വയസ്സ്. കരളിലെ ക്യാൻസർ, സിറോസിസ്, അന്നനാളത്തിലെയും ആമാശയത്തിലെയും ക്യാൻസറുകൾ, മഞ്ഞപ്പിത്തം, ഞരമ്പ് രോഗങ്ങൾ തുടങ്ങി മദ്യപാനത്തിന്റെ വിപത്തുകൾ. എന്നിട്ടും ആദിവാസി ഊരുകളിലെ ചെറിയ കുട്ടികൾ മുതൽ ഉന്നത ബിരുദങ്ങൾ തൊപ്പിയിൽ തുന്നിച്ചേർത്തവർ വരെ, മാതൃകയാകേണ്ട അധ്യാപകരും അനുധാവനം ചെയ്യേണ്ട വിദ്യാർത്ഥിയും രോഗങ്ങളെ ചികിത്സിക്കേണ്ട വിഷഗ്വരന്മാരും വീട്ടമ്മമാരും വരെ ഈ മാനവിക ശത്രുവിന്റെ ഉപാസകരായിത്തീരുന്നു. പഞ്ചനക്ഷത്ര വിരുന്നുകളിൽ തുടങ്ങി നാട്ടിൻപുറത്തെ വിവാഹങ്ങളിൽ വരെ, ക്യാമ്പസ് ടൂറുകളിലും ആഘോഷങ്ങളിലും സൌഹൃദ കൂട്ടായ്മകളിലും തൊഴിൽ സ്ഥലത്തും മദ്യത്തിന് സ്വീകാര്യത ലഭിക്കുന്നു. കേരളം മദ്യ ഉപയോഗത്തിലും ഉപഭോഗത്തിലും നാൾക്കുനാൾ മുന്നിലേക്ക് കുതിക്കുകയും തൽഫലമായി കുടുംബത്തകർച്ചകൾ, തൊഴിൽ പ്രശ്നങ്ങൾ, വിഷാദരോഗങ്ങൾ, ആത്മഹത്യകൾ എന്നിവ വർദ്ധിക്കുകയും ചെയ്യുന്നു. പാൻ മസാലകൾ മരണപ്പൊതിയായി മുന്നിലേക്ക് വരുന്ന ലഹരിപ്പൊതികളിൽ ക്യാമ്പസ് കൗമാരം ജീവിതം തുലയ്ക്കുകയാണ്. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കണ്ടുതുടങ്ങിയ പാൻ മസാലകളിലടങ്ങിയ അടയ്ക്ക, പുകയിലപ്പൊടി, ചുണ്ണാമ്പ്, കൊന്നച്ചെടിയിലെ പശ, സുഗന്ധദ്രവ്യങ്ങൾ, ചില്ലുപൊടി തുടങ്ങിയവ വായിലെ ക്യാൻസറിന് കാരണമാകുന്നു. ഇന്ത്യയിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള 100-ലധികം തരം പാൻ മസാലകൾ ലഭ്യമാണ്. ഈ ബ്രാൻഡുള്ള പാൻ മസാലകളുടെ പാക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പാക്കറ്റിൽ ഇതിനകത്ത് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്